ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ അടുക്കളയിലുള്ള പണിപ്പാടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റു. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും കഴിക്കാറില്ല കേട്ടോ. പിള്ളേർക്ക് കഞ്ഞി വയ്ക്കും, അത് തന്നെ ഞാൻ കഴിക്കും. പിന്നെ സുധിച്ചേട്ടൻ ചിലപ്പോൾ ഒക്കെ രാവിലെ കഴിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര തണ്ടൽ വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങി തണ്ടൽ വേദന ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അധികം നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തണ്ടൽ വേദന എടുക്കും. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ മറ്റേ പൂക്കുലലേക്കും സംഭവങ്ങളൊക്കെ മേടിക്കാനായിട്ട് അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരെണ്ണം അത് കഴിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറവുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം ഉണ്ടാക്കണം. പക്ഷെ പൂക്കുല കിട്ടാനായിട്ട് വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മനോടൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അതേ രാവിലെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് എന്തായാലും കുറച്ച് ദിവസങ്ങളായി മര്യാദക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് നൂലപ്പം നമ്മുടെ സാധാരണമായ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും എല്ലാ ദിവസവും രാവിലെ അടിപൊളിയായിട്ടുള്ള ഫുഡുകളായിരിക്കും. പക്ഷെ അല്ലാട്ട വീഡിയോയിൽ ഇങ്ങനെ അടുപ്പിച്ചിടുന്നുള്ളൂ. ഒരാഴ്ചയായിട്ട് കഞ്ഞി തന്നെയായിരുന്നു. എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായില്ല, പാത്രങ്ങളൊക്കെ ഒന്ന് കുമ്പിട്ട് കഴുകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അരി എടുത്തിട്ടു, പിന്നെ നൂലപ്പത്തിനൊന്ന് കുഴച്ചിട്ടു. അതിനുശേഷം മുട്ട ഇല്ലായിരുന്നു കേട്ടോ. മുട്ട മേടിക്കാനായിട്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് നമ്മുടെ കടയിൽ പോകണം. അപ്പം അതിന് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒന്ന് കുളിച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് മുട്ട മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, നൂലപ്പത്തിനുള്ള സംഭവങ്ങൾ സെറ്റാക്കി അച്ചിലാക്കിയിട്ട് ഞാൻ കറക്കാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു കേട്ടോ കറക്കാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി സോഫ്റ്റ് ആവാണ്ടല്ല, നമ്മൾ ആ ഒരു തട്ടിൽ എണ്ണ പുരട്ടിയതിൻ്റെ എണ്ണ എൻ്റെ കൈ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കറക്കുമ്പോൾ കയ്യും അതോടുകൂടി കറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ തോർത്തൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷമാണ് ഒന്ന് കറക്കിയെടുത്തത്. പിന്നെ നമ്മൾ കെറ്റിലിൽ ചൂടാക്കിയ ചൂടുവെള്ളം ബാക്കിയുള്ളത് കൊണ്ട് അത് തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇട്ടിട്ട് നൂലപ്പം അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. നൂലപ്പം എങ്ങനെ റെഡിയാക്കിയാലോ അടിപൊളിയാണ്. പണ്ടൊക്കെ എനിക്ക് നൂലപ്പം ഭയങ്കര ഡിഫിക്കൽട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. ഇതിന് വെള്ളം ചൂടാക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം മല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ എനിക്കിപ്പോൾ ഇത് നിസ്സാരമായിട്ട് നൂലപ്പം ഉണ്ടാക്കണം, ഞാൻ സ്ഥിരം ഉണ്ടാക്കണമുണ്ട് കേട്ടോ. പിന്നെ അച്ചിലുള്ള ആ ഒരു കുഞ്ഞി മാവ് എടുത്തിട്ട് ഒരു പിടി പിടിച്ചിട്ട് അതിൽ വെച്ചു. അങ്ങനെ അതേ നൂലപ്പം അവിടെ ഇരുന്ന് സെറ്റാകും കേട്ടോ. ആ സെറ്റായ നേരം കൊണ്ട് ഞാൻ കുളിച്ചു, പിന്നെ റെഡിയായി ഒന്ന് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുല്ലാത്താറുണ്ട് കേട്ടോ പുറത്ത്. എനിക്കിവിടെ പുറത്ത് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ വെറുതെ വിദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തന്നെ റോസ കുറച്ച് മുരടിച്ചു പോയി. നല്ലോണം വെള്ളമൊഴിക്കുന്നുണ്ട്, 2 തരം വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ മുരടിച്ചിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. പിന്നെ പിന്നെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് പിന്നെ കാണിച്ചത്. ഫോൺ ഞാൻ എടുത്തില്ല കേട്ടോ അമ്പലത്തിൽ പോയപ്പോൾ. പിന്നെ സുധിച്ചേട്ടന് കട്ടൻ ചായ കൊണ്ടേ കൊടുത്തു. പിന്നെ ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് കട്ടൻ ചായ ഉണ്ട്, അങ്ങനെ പാൽ ചായ കുടിച്ച് എന്തോ ഒരു അസ്വസ്ഥതയായി. അപ്പോൾ പാൽ ചായ കുടിക്കാറില്ല അധികം, ഇടയ്ക്ക് തോന്നുമ്പോൾ മാത്രം കുടിക്കാറുള്ളൂ. പിന്നെ സുക്രൂനും ചായ കൊടുക്കുന്നുണ്ട്. സുക്രൂന് ചായ ഇഷ്ടമാണ്. അപ്പോൾ അവന് കട്ടൻ ചായ മതി രാവിലെ. അപ്പോൾ പിന്നെ 2 ചായ ഉണ്ടാക്കില്ലോ എന്ന് വെച്ചിട്ട് കട്ടൻ ചായ തന്നെയാണ് ഉണ്ടാക്കണേ. പിന്നെ മുട്ട മേടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 മുട്ട എണ്ണി പറഞ്ഞ് എനിക്ക് സൂചിച്ചെണ്ണം വെച്ചു. പിന്നെ 3-4-5 കാടമുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടോ. മക്കൾക്ക് ഇനി കറിയിൽ ഞെരിവ് വേണ്ട, തിന്നാണ്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാടമുട്ട കൊടുക്കാമല്ലോ. അപ്പോൾ കാടമുട്ടയും നൂലപ്പമാണ് ഇന്ന് മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടക്കറിയും നൂലപ്പാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതവിടെ വെച്ചിട്ട് അപ്പോഴേക്കും ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇച്ചിരി വെന്ത് പോയി, കാരണം ഇതിൻ്റെ വിസിൽ പോയി അപ്പം തന്നെ തുറക്കണം. ഞാൻ തുറക്കാനായിട്ട് മറന്നുപോയി. ഞാൻ അമ്പലത്തിൽ പോണതിന് മുന്നേ ഇതിൻ്റെ വിസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് വിട്ടുപോയി, ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. പിന്നെ കൊണ്ടുവന്ന മുട്ട കൈയോടെ തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചു. മുട്ട വെക്കണ തട്ട് മാറ്റേണ്ടിയിരിക്കുന്നു, കാരണം തുമ്പിക്ക് ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കാനും ഇത് എത്തിപ്പിടിക്കാനും അതിൻ്റെ വിചാരം അത് പുഴുകിയ മുട്ടയാണെന്നാണ്. ഒരു 5-6 അത് ടോട്ടലി അങ്ങനെ നിലത്തിട്ടിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും അത് മാറ്റിയിട്ടില്ല ഞാൻ ഇതുവരെ. എവിടേക്ക് മാറ്റുമെന്നറിയില്ല കേട്ടോ മുട്ട. അപ്പോൾ അത് അവിടെ തന്നെ എടുത്തു വെച്ചു. പിന്നെ ചോറൂറ്റാനായിട്ട് അങ്ങനെ തന്നെ അവിടെ നിൽക്കാറില്ല. എന്തെങ്കിലും പണിയെടുക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടാറുള്ളൂ. അപ്പോൾ അത്രയും സമയം സേവ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ നൂലപ്പം ഞാൻ കാസറോളിലോട്ട് മാറ്റാണ്. എനിക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ കാസറോള്, കെറ്റില് സംഭവങ്ങളൊക്കെ കേട്ടോ. ഇതൊന്നും ഞാൻ പണ്ട് ഉപയോഗിക്കില്ലായിരുന്നു, പക്ഷേ ഇതില്ലാണ്ട് ഇപ്പം എനിക്ക് ഒട്ടും പറ്റുകയുമില്ല. പിന്നെ നാളികേരം ചിരകി ഞാൻ തുമ്പി എന്ന് കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ തുമ്പി വന്നില്ല. പിന്നെ നമ്മുടെ മുട്ടക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി മുകളിലോട്ട് കയറ്റി വെച്ചു. പിന്നെ കടയിൽ പോയി വന്നപ്പോൾ ക്യാരറ്റ് തിന്നു കേട്ടോ.
ക്യാരറ്റ് മേടിച്ചുകൊണ്ട് വന്നു. അതൊന്ന് ഒലത്താന്ന് വിചാരിച്ചു. പിന്നെ വരുന്ന വഴി ചാളയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് വൈകുന്നേരം ഇനി ചാളക്കറി വെക്കുകയുള്ളൂ. അപ്പോൾ അതേ ക്യാരറ്റൊക്കെ നന്നായിട്ട് ചിരണ്ടി എടുക്കുകയാണ്. പിന്നെ ഇത് അരിഞ്ഞ് വാട്ടാന്നുള്ളൂ. പിന്നെ മുട്ടക്കറി അവിടെ സെറ്റ് ആവുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ സിമ്മിലിട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയുന്ന കൂട്ടത്തിൽ സൂചിയേട്ടൻ വന്ന ആ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതേ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം മിക്കപ്പോഴും പച്ചക്കറി ആക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് മീൻ മാത്രം മതിയായിരുന്നു, പക്ഷെ ഇപ്പോഴായി പിന്നെ പച്ചക്കറി ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ സൂചനോട് പറയും, സുക്രവും തുമ്പിയൊക്കെ ഒന്നും പച്ചക്കറി തിന്നാത്ത ഇപ്പോൾ പേടിക്കണ്ട, വലുതായി കഴിയുമ്പോൾ പച്ചക്കറി തിന്നോളും, അവർക്ക് ഇഷ്ടമായി വന്നോളും. അല്ലാണ്ട് ഇപ്പം നമ്മൾ നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റുങ്ങൾ തിന്നൂല. പിന്നെ നമ്മുടെ കുറേ സമയവും വേസ്റ്റ് ആവും. അതേസമയം അവർക്ക് ഇഷ്ടമുള്ള കൊടുത്തു കഴിഞ്ഞാൽ അതെങ്കിലും ഉള്ളിൽ കയറും. എനിക്കൊന്നും തീരെ പച്ചക്കറി പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് പച്ചക്കറി. കൂർക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാണ് കൂർക്ക് എനിക്കിഷ്ടമല്ല, എൻ്റെ മണം എനിക്കിഷ്ടമല്ല. പിന്നെ എന്നിട്ട് അപ്പോഴേക്കും ക്യാരറ്റൊക്കെ ഒന്ന് വാട്ടാനായിട്ട് വെച്ച്. കുറച്ച് നാളികേരം മറ്റേതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇടാനായിട്ട്. അതിപ്പോൾ ഇടുന്നില്ല, കുറച്ചൊന്ന് വാടിയിട്ടിടുള്ളൂ. പിന്നെ മുട്ടയൊക്കെ തൊലി കളഞ്ഞ് വെച്ചോട്ടെ. എൻ്റെ ആക്രാന്തത്തിൽ മുട്ട കുക്കറിൽ നിന്ന് എടുത്ത പാടെ തന്നെ തൊഴിൽ കൈയൊന്ന് പൊള്ളിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട തൊലി കളയാനായിട്ട് നോക്കിയത്. പക്ഷേ കൈയൊന്ന് പൊള്ളിപ്പോയി. നല്ല ചൂടുണ്ടായിരുന്നു. കുക്കർ തുറന്നിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു. വെള്ളത്തിലൊന്നും ഇടാണ്ട് നേരിട്ട് കൈ പിടിച്ചിട്ട് ഒലിക്കാൻ നോക്കി. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഇനിയിപ്പോൾ ഇടേണ്ടത് മുട്ട തൊലി ഇത് ഞാനിപ്പോഴാണ് കളയണത്. പിന്നെ കാടമുട്ടയുടെ തൊലി കളയാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ, കാടമുട്ടയുടെ തൊലി കളയാൻ. പക്ഷേ അത് തിന്നാൻ എന്തൊരു ടേസ്റ്റാണല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കാടമുട്ട തിന്നണത്, പക്ഷെ ഞാൻ തിന്നാറില്ല, അവർക്ക് കൊടുക്കാറുള്ളൂ. കാടമുട്ട എനിക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര വിലയുമാണ് അതിന്. എത്രയോ 10 80 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് മുട്ട എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ, പണ്ടൊക്കെ 2ആയിട്ട് ഇടുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു 5-6 ഇങ്ങനെ വരച്ച് കൊടുക്കും. അപ്പം നല്ലോണം ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിച്ചോളും. പിടിച്ചില്ലെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചാറും മുട്ടയും കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കുഴച്ചങ്ങോട്ട് തിന്നാൻ അത്രേ ഉള്ളൂ. അങ്ങനെ അതേ മുട്ടക്കറിൻ്റെ ഇളക്കലിന് ഇത്തിരി അപാകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെന്താണിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ നല്ല ഭംഗിയിൽ ഇളക്കാറുള്ളതാണ്. ഇതെന്തോ ഭയങ്കര ഇളക്കലായിപ്പോയി. പിന്നെ എനിക്ക് ഒരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് മഞ്ഞപ്പൊടി ഇട്ടുപോയി. അപ്പോൾ കറിയുടെ കളറ് മഞ്ഞ കളറായി പോയിട്ടാ. വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലൊരു വ്യത്യാസമില്ല കേട്ടോ. ആ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കളറിൽ കാണാനൊരു ഭംഗി കുറവായിപ്പോയി. അപ്പോൾ ഞാൻ സുചിനോട് പറഞ്ഞു കാണാൻ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തീരെ വെള്ളമൊഴിക്കില്ല കേട്ടോ. വെള്ളമൊഴിക്കേണ്ട ആവി തന്നെ അത് വേവണം, എന്നാലാണ് പച്ചക്കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടുക. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് നാളികേരം മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ നാളികേരം അതിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി വയ്ക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ് റെഡിയായി. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അധികം തിളപ്പിക്കണ്ട കേട്ടോ, തിളപ്പിക്കുന്നതിന് മുന്നേ എടുക്കുക. പിന്നെ പൊട്ടിച്ച് വയ്ക്കാനായിട്ട് ഉണക്കമുളകും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊട്ടിച്ച് വെച്ചില്ല. ഒഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലതേ. അങ്ങനെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പിട്ടു, കുറച്ച് ഇളക്കി. അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഷോർട്സ് ആക്കി എടുക്കണമെന്ന് വെച്ച വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ.